അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങേയറ്റം രക്തപങ്കിലമായതും ഒരു കാലത്തും മറക്കാൻ പറ്റാത്തതുമായ ഒരു ദാരുണ സംഭവമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മകനുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് വധിക്കപ്പെട്ട സംഭവം. അദ്ദേഹം ഹിജ്റ 61 ദുൽഹിജ്ജ മാസം 2-ാം തീയതി മക്കയിൽ നിന്നും 1470 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് കർബലയിൽ എത്തുന്നത്. ബാഗ്ദാദിൽ നിന്നും 105 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം, അതായത് കർബല എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം കൂടെയുള്ളവരോട് ചോദിച്ചു, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? അപ്പോൾ അവർ പറഞ്ഞു, കർബല. അദ്ദേഹം അവരോട് പറഞ്ഞു, കർബ് വ ബല. കർബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ വേദന എന്നാണ് അർത്ഥം. ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണമെന്ന്. ഹിജ്റ 60 ദുൽഹിജ്ജ മാസം 8-ാം തീയതി മക്കയിൽ നിന്നും തൻഈം സബാല വഴിയാണ് അദ്ദേഹം ഈ പറയപ്പെട്ട കർബലയിലേക്ക് പുറപ്പെടുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം പുറപ്പെട്ടത് എന്ന് വെച്ചാൽ, അലി റളിയല്ലാഹു അൻഹു 4-ാം ഖലീഫയായിരുന്നു. അദ്ദേഹത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ചില സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം നമുക്കറിയാം. വാഖിയത്തു സിഫീന്, വാഖിയത്തു നെഹ്റുവാന്, വാഖിയത്തുൽ ജമൽ പോലെയുള്ള യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു. ഈ വാഖിയത്തുൽ ജമലിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക നഗരത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റിയത് കൂഫയായിരുന്നു. അദ്ദേഹം കൂഫയിൽ നിന്ന് പിന്നീട് മദീനയിലേക്ക് തിരികെ വന്നില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുയുടെ മൂത്ത മോന് ഹസൻ റളിയല്ലാഹു അൻഹു കൂഫ കേന്ദ്രമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിൻഗാമി എന്ന നിലയിൽ അധികാരത്തിൽ വന്നു. അപ്പോഴും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കാരണം ഹസൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ തൻ്റെ ഭരണം ഉപേക്ഷിക്കുകയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയും പ്രശ്നങ്ങളും വരരുത് താൻ കാരണം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ഭരണം ഉപേക്ഷിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിന് അധികാരം ഏൽപ്പിക്കുന്നു. അങ്ങനെ
അത്തരത്തിൽ ഭരണം ഏൽപ്പിച്ച ഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് ആമുൽ ജമാഅത്ത് എന്നാണ് പറയുന്നത്. ഈ ആമുൽ ജമാഅത്തിൻ്റെ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. അതായത് ഈ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം രാജഭരണമാക്കി മാറ്റരുത്, പകരം ഒരു ശൂറയിലൂടെ അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനക്കാരനായി തന്നെ പരിഗണിക്കണം, അതായത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിക്കണം എന്നായിരുന്നു വ്യവസ്ഥ വെച്ച് ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയപ്പെട്ട കൂഫയുടെ ഭരണം ഹസൻ റളിയല്ലാഹു അൻഹു ഒഴിവായി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നത്. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്, ഇഹലോകവാസം വെടിയുകയാണ്. അതോടെ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം തുടർന്നു. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അദ്ദേഹം കിടപ്പിലായ ഘട്ടത്തിൽ അദ്ദേഹം മകൻ യസീദിനെ തൻ്റെ പിൻഗാമിയായി നിയമിക്കാൻ തീരുമാനിക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന് മൈസൂൺ എന്ന് പറയുന്ന ഒരു ബദവി സ്ത്രീയിൽ ജനിച്ച മകനാണ് ഈ പറയപ്പെട്ട യസീദ്. അവർ യസീദിനെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മുആവിയ റളിയല്ലാഹു അൻഹുവുമായി തർക്കം കൂടി. കാരണം തർക്കം കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ മൈസൂൻ എന്ന് പറയുന്ന സ്ത്രീ യമൻ്റെ അടുത്തുള്ള ഫുറൂസാൻ ദ്വീപിലാണ് ഇവർ ജനിച്ചു വളർന്നത്. ബദവിയാണ്, എന്നുവെച്ചാൽ കാട്ടറബി എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇഷ്ടപ്പെട്ട് മുആവിയ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചുവെങ്കിലും അവർക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ തോതിലുള്ള ഡമസ്കസിലെ വലിയ തോതിലുള്ള കൊട്ടാരവും നഗരഭരണവും ജീവിതവും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ പറഞ്ഞത്, നിങ്ങളുടെ ഈ കൊട്ടാരത്തിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നാട്ടിലെ കുടിലാണ്, നിങ്ങൾ തരുന്ന പത്തിരിയും ഇറച്ചിയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഗ്രാമത്തിൽ നിന്ന് ചുട്ടു തിന്നുന്ന വല്ലതുമാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ട് ഇടക്കാലത്ത് വെച്ച് അവർ സ്വയം തലാക്ക് വാങ്ങി തൻ്റെ നാട്ടിലേക്ക് പോയ സ്ത്രീയാണ്. അങ്ങനെ അവരുടെ അടുത്താണ് ഈ യസീദ് വളർന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വഹാബി എന്ന നിലയിൽ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന പിതാവിൻ്റെ ഒരു പരിചരണമൊന്നും യസീദിന് ലഭിച്ചിരുന്നില്ല. അയാൾ തൻ്റെ ഉമ്മയുടെ നാട്ടിൽ നിന്നുകൊണ്ട് നായാട്ടിന് പോവുക, അത്യാവശ്യം കള്ള്, അതേപോലെ തന്നെ പെണ്ണ് വേട്ട, ഇതായിരുന്നു ഈ യസീദിൻ്റെ ജീവിത രീതി. അതുകൊണ്ട് തന്നെ ഈ യസീദിനെ അധികാരമേൽപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ സ്വഹാബാക്കളായ അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇവർക്ക് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവർ മുആവിയോട് പറഞ്ഞു, ഇവരെ, അതായത് നിങ്ങൾ പറയുന്ന പോലെ യസീദിനെ അധികാരത്തിൽ എത്തിച്ചാൽ ഞങ്ങൾ ബയ്യത്ത് ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ബയ്യത്ത് ചെയ്തെങ്കിലും ഇവർ മാത്രം അതിന് തയ്യാറായില്ല. പക്ഷേ 78-ാം വയസ്സായപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് മരിക്കുകയാണ്. അങ്ങനെ യസീദ് അധികാരത്തിലെത്തുന്നു. മക്കയിലും മദീനയിലും മേൽ പറയപ്പെട്ട സഹാബികൾ ഉൾപ്പെടെ നിരവധി പേര്
എതിർപ്പറിയിച്ചു ബയ്യത്ത് ചെയ്യാതിരിക്കുക. ആ സമയത്ത് യസീദ് മദീനയിലുള്ളവർക്ക് 2 കത്ത് അയക്കുകയാണ്. ഒന്നാമത്തെ കത്ത് തൻ്റെ പിതാവായ മുആവിയയുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ടും, രണ്ടാമത്തേത് എന്നെ എല്ലാവരും തന്നെ നേരിട്ട് വന്ന് ബയ്യത്ത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്തുമാണ് യസീദ് മക്കയിലേക്കും മദീനയിലേക്കും അയക്കുന്നത്. പ്രത്യേകിച്ച് കത്തയച്ച ഈ 2 കത്തും മദീനത്തുണ്ടായിരുന്ന മേൽപ്പറയപ്പെട്ട 4 സഹാബികൾ, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇവർക്കാണ് ഈ കത്ത് അയച്ചത്. ഈ കത്ത് കിട്ടിയ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീന വിട്ടുകൊണ്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവും മക്കയിലേക്ക് പോയി. അങ്ങനെ ഇവർ മദീനയിൽ നിൽക്കുകയാണ്. മദീനയിൽ നിൽക്കുമ്പോൾ അവിടെ ഈ കൂഫയിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 1500-ലേറെ കത്തുകൾ വരുന്നു. എന്താ കൂഫയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഇസ്ലാമിക തലസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അവിടെയുള്ള നാട്ടുകാർക്ക് സുപരിചിതരാണ്. ഇവരുടെ തഖ്വയും ദീനി നിഷ്ഠയുമെല്ലാം ആ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വലിയ രൂപസാദൃശ്യമുണ്ടായിരുന്നു. നബിയുടെ നടത്തം, അതുപോലെ തന്നെ നബിയുടെ മുഖം, നബിയുടെ പുഞ്ചിരി, നബിയുടെ ശരീരം, ഇതെല്ലാം തന്നെ ഈ പറയപ്പെട്ട കൂഫക്കാർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പം അവർ ഈ കത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നത് നിങ്ങളുടെ പിതാവും നിങ്ങളുടെ വല്യപ്പ അള്ളാഹുവിൻ്റെ റസൂലും സ്ഥാപിച്ച ദീൻ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ യസീദിനോട് ഏറ്റുമുട്ടാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരും എന്ന വാഗ്ദാനം നൽകിയാണ് കൂഫക്കാർ ഇത്തരത്തിൽ കത്തയച്ചത്. അതേപോലെ തന്നെ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് അവിടെയുള്ള നാട്ടുകാർക്കും ബാക്കി നേരത്തെ പറഞ്ഞ സഹാബാക്കൾക്കുമെല്ലാം യസീദിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമായിരുന്നു. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ പറയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പോയിരുന്നു യസീദ്. അന്ന് രാത്രികളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരം വെളുക്കോളും നിസ്കാരവും പ്രാർത്ഥനയുമായി കഴിയുന്നു. അതേ സമയത്ത് യസീദ് അത്യാവശ്യം നല്ല രീതിയിൽ മദ്യപിച്ച് ലഹരിയിലും മതോന്മത്തനായുമാണ് കിടന്നുറങ്ങിയത്. ഇത് ഈ പറയപ്പെട്ട സഹാബാക്കൾക്കെല്ലാം അറിയാമായിരുന്നു. എന്നാൽ യസീദ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ നിന്ന് പിതാവായ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വരുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇദ്ദേഹം നല്ല പിള്ളയായിട്ട് അഭിനയിച്ച് കാണിച്ചത് കൊണ്ടാണ് തൻ്റെ മകൻ കുഴപ്പമില്ല എന്ന് കരുതി മുആവിയ റളിയല്ലാഹു അൻഹു ഇയാളെ അധികാരം, തൻ്റെ ശേഷമുള്ള അധികാരം ഈ യസീദിനെ ഏൽപ്പിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൂഫക്കാരുടെ കത്തുകൾ കിട്ടിയപ്പോൾ
ഇദ്ദേഹം മക്കയിലുള്ള സഹാബാക്കളുമായി അഭിപ്രായം ചർച്ച ചെയ്തു. അതായത് അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹുവിനും പോലെയുള്ളവരോട് ഇങ്ങനെ കൂഫക്കാർ കത്തയച്ച കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഒരു കാരണവശാലും നിങ്ങൾ കൂഫയിലേക്ക് പോകരുത്, കൂഫക്കാർ ചതിയന്മാരാണ്, അവരുടെ കൂടെ നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, ഇവരയച്ച കത്ത് നിങ്ങൾ കാണുന്നില്ലേ? ഈ കത്തിൽ പറഞ്ഞ പ്രകാരം എൻ്റെ പിതാവും അതുപോലെ എൻ്റെ വല്ലിപ്പയും സ്ഥാപിച്ച, അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകിയ ഈ ദീനിൻ്റെ രീതി, അതായത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം ശോഷിക്കുമ്പോൾ ആദ്യമായി ഇവിടെ ഇല്ലാതാകുന്നത് ഹുക്കുമാണ്. അതായത് ഭരണകൂടം ഇസ്ലാമിക ചര്യ വിട്ടുകൊണ്ട് ഇസ്ലാമിക ഭരണം അവസാനിക്കും, പിന്നെ അവസാനം ഇല്ലാതാകുന്നത് നിസ്കാരവുമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പോയേ പറ്റൂ, എന്നെ നിങ്ങൾ പിന്തിരിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് മറ്റ് സഹാബികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതിൻ്റെ കൂടെ മുസ്ലിം ഇബ്നു ഉക്കൈൽ റളിയല്ലാഹു അൻഹുവിനെ ഇദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരെ കൂഫയിലേക്ക് പറഞ്ഞയച്ച് അവിടെയുള്ള വിവരം തിരക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹം പോയിട്ട് അവിടെ എന്താണ് അവസ്ഥ എന്ന് പഠിക്കാൻ വേണ്ടി കൂഫയിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ ഗവർണറായി ഉണ്ടായിരുന്നത് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു എന്ന അഹ്ലു ബൈത്തിനോട് വളരെ സ്നേഹവും അതിലേറെ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ ഗവർണർ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ 10-12,000 പേരെങ്കിലും നിങ്ങൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരികയാണെങ്കിൽ സഹായിക്കാനുണ്ടാകും, ഞങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്തു തരും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തു. അതിന് പുറമെ ഹാനി ഇബ്നു ഉർവ എന്ന കൂഫയിലെ ഒരു പൗരപ്രമുഖനെ കണ്ടു. അദ്ദേഹം ആ പൗരപ്രമുഖനായ ഹാനി ഇബ്നു ഉർവയും തൻ്റെ കൂടെ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് എന്നും അവരെല്ലാം തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുമെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. 12,000 പേരോളം ഈ മുസ്ലിം ഇബ്നു ഉക്കൈൽ റളിയല്ലാഹു അൻഹുവിനോട് കൈ പിടിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ബയ്യത്ത് ചെയ്യുന്നു. ആ വിവരത്തിന് ഈ പറയപ്പെട്ട മുസ്ലിം ഇബ്നു ഉക്കൈൽ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഇങ്ങനെ കൂഫയിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വരേണ്ട താമസമേ ഉള്ളൂ, ഇവിടെ നാട്ടുകാരെല്ലാം തന്നെ റെഡിയാണ് എന്ന് കത്തെഴുതി വിവരം അറിയിക്കുന്നു. അത് കിട്ടിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബക്കാരായ ഏകദേശം 10-70ഓളം പേര്, സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉൾപ്പെടെ കൂട്ടിയാണ് ഈ യാത്ര ഇറങ്ങിയത്. തൻഈം വഴി പോകുന്ന സമയത്ത് ഫറസക്ക് എന്ന് പറയുന്ന ഒരു കവിയെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ ആ കവി പറഞ്ഞത്, കൂഫക്കാർ ചതിയന്മാരാണ്, അവരുടെ ഹൃദയം
അത് ചതിയന്മാരാണെന്ന് പറഞ്ഞപ്പോൾ ഉസൈർ റളിയല്ലാഹു പറഞ്ഞു, ഇതാ എൻ്റെ സഹോദരൻ മുസ്ലിം ബിൻ ഉക്കൈൽ റളിയല്ലാഹു അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ കത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവരുടെ ഹൃദയം നിങ്ങളോടൊപ്പമാണെങ്കിലും വാള് ബനു ഉമയ്യയോടൊപ്പമാണ്. അങ്ങനെ മുന്നറിയിപ്പ് നൽകി. ഡമാസ്കസിലെ ഭരണ സ്ഥിരാകേന്ദ്രമായാണ് യസീദ് ഭരണം നടത്തുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം. അങ്ങനെ ഇദ്ദേഹം യാത്ര പുറപ്പെട്ടിട്ടുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ചാരന്മാർ മുഖേന ഈ പറയപ്പെട്ട യസീദിന് കിട്ടുകയാണ്. അപ്പം കൂഫയിൽ വലിയൊരു അട്ടിമറിയും ഒരു ചതിയും നടന്നു. ഡമാസ്കസിലിരിക്കുന്ന ഭരണാധികാരിയായ യസീദ് നേരത്തെ പറഞ്ഞ കൂഫയിലെ ഗവർണറായ ന്യൂമാൻ എന്നവരെ ഒരു ദൂതൻ വശം ഒരു കത്ത് കൊടുത്തേക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ ഭരണത്തിൻ്റെ ശൂറയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഡമാസ്കസിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തപ്പോൾ കൂഫയിലെ ഗവർണറായ അഹ്ലു ബൈത്തിനെ ഏറെ സ്നേഹിച്ചിരുന്ന ന്യൂമാൻ റളിയല്ലാഹു അൻഹു നേരെ ഡമാസ്കസിലേക്ക് യാത്രയായി. ആ സമയത്ത് ബസറയിൽ ഗവർണറായിരുന്ന ഉബൈദുള്ള ബിൻ സിയാദ് എന്ന ക്രൂരനായ ഒരാളെ കൂഫയിൽ പകരം ഗവർണറായി യസീദ് നിയമിക്കുകയാണ്. അദ്ദേഹം ഇവിടെ കൂഫയിൽ ഗവർണറായി ചാർജ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് യസീദ് നിർദ്ദേശം കൊടുത്തു, മക്കയിൽ നിന്ന് ഹുസൈൻ അങ്ങോട്ട് വരുന്നുണ്ട്, അവരെ അയാൾ ഒരു കാരണവശാലും അയാളെ ജീവനോട് വിട്ടയക്കരുത് എന്ന നിർദ്ദേശത്തോടു കൂടെയാണ് ഈ യസീദ് മേൽ പറയപ്പെട്ട ആളെ ഈ ഇവിടുത്തെ ഗവർണറായി നിയമിക്കും, കൂഫയിലെ ഗവർണറാക്കി മാറ്റുന്നത്. ഇയാൾ വന്ന ഉടനെ ചെയ്തത്, നേരത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നാൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഹാനി ബിനു ഉർവ എന്ന പൗരപ്രമുഖനെ ഭീഷണിപ്പെടുത്തി ഈ മുസ്ലിം ബിനു ഉക്കൈൽ റളിയല്ലാഹു അൻഹു എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചറിഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ അതിഥിയാണ്, ഞാൻ എവിടെയാണ് അദ്ദേഹം ഉള്ളതെന്നൊന്നും പറയൂല എന്ന് പറഞ്ഞു. തുടർന്ന് അതിക്രൂരമായ മർദ്ദനമായിരുന്നു ആർക്ക് നേരിട്ടത്? ഹാനി ബിൻ ഉർവ റളിയല്ലാഹു അൻഹുവിന് നേരിട്ടത്, ആ നല്ല മനുഷ്യന് നേരിട്ടത്. അങ്ങനെ അവിടെയുള്ള പൗരപ്രമുഖന്മാരെ എല്ലാം തന്നെ ഇയാൾ വിളിച്ചു വരുത്തിയാൽ, ആര്? ഈ പറയപ്പെട്ട ഉബൈദുല്ല ബിൻ സിയാദ് എന്ന ഗവർണർ അവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഹുസൈൻ അതുപോലെ തന്നെ കുറേ ആൾക്കാരും കൂടി വരുന്നുണ്ട്, അവരെ ആരെങ്കിലും സഹായിച്ചാൽ ഒരു കാരണവശാലും കഠിന ശിക്ഷയല്ലാതെ അല്ലെങ്കിൽ മരണമല്ലാതെ മറ്റൊരു ശിക്ഷയും അവർക്ക് നൽകുന്നതല്ല എന്ന് ഭീഷണിപ്പെടുത്തി. ഈ വിവരം ആരറിയുന്നു? നേരത്തെ പറഞ്ഞ മുസ്ലിം ബിൻ ഉക്കൈൽ റളിയല്ലാഹു അൻഹു എന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞു വിട്ട ദൂതൻ അറിയുന്നു. അദ്ദേഹം ഇവരെല്ലാം കൂറുമാറിയിട്ടുണ്ട് എന്ന വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് രണ്ടാമത് കത്തയക്കുകയാണ്. ആ കത്ത് അയച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോൾ ഈ ഹാനി ബിൻ ഉർവയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇയാളുടെ ചാരന്മാർ, അതായത് ഉബൈദുല്ല ബിൻ സിയാദിൻ്റെ ചാരന്മാർ ഈ മുസ്ലിം ബിൻ ഉക്കൈൽ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അഭയം തേടിയത്
ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ അഭയം തേടി. അവർ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ നബിയുടെ കുടുംബമാണ്, അതുപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ആ സ്ത്രീ അവരെ സംരക്ഷിച്ചത്. പക്ഷേ ആ സ്ത്രീയുടെ മകൻ ഈ വിവരം ഒറ്റിക്കൊടുത്തു. ആർക്ക്? ഉബൈദില്ല ബിൻ സിയാദിൻ. അങ്ങനെ ഒറ്റിക്കൊടുത്ത സമയത്ത് അവരുടെ പട്ടാളക്കാർ വന്നുകൊണ്ട് ആ സ്ത്രീയെ കൊന്നുകളയുകയും ഈ മുസ്ലിം ബിൻ ഉക്കൈൽ റളിയല്ലാഹു അൻഹുവിനെ തടവുകാരനായി അവിടുന്ന് പിടിക്കുകയുമാണ്. അതിനുശേഷം അദ്ദേഹത്തെ 2 കൈയും കാലും കെട്ടി ഒരു കഴുതപ്പുറത്ത് കയറ്റി കൂഫ മുഴുവൻ ചുറ്റിച്ചു. അതിനുശേഷം ഈ അബ്ദുല്ല ബിൻ സിയാദിൻ്റെ ഓഫീസുകളും അതുപോലെ ഭരണസ്ഥിരാ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോയി അവിടെ നിന്ന് താഴോട്ട് തള്ളിയിട്ട് വധിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ്താംബൂളിലേക്ക് ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഈസ്താംബൂളിലേക്ക് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒരു സൈന്യത്തെ നിയോഗിച്ചിരുന്നു. ആ സൈന്യത്തിൽ 4000 പേരാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ ഒരു ദൂതനെ വിട്ടുകൊണ്ട് ഉബൈദില്ല ബിൻ സിയാദ് നിർദ്ദേശം കൊടുത്തു, നിങ്ങളിപ്പോൾ യുദ്ധത്തിന് പോകണ്ട, നിങ്ങൾ പെട്ടെന്ന് തിരിച്ചെത്തണം, എന്നിട്ട് മക്കയിൽ നിന്നും ഹുസൈൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്, അവരെ കൊല്ലണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം പ്രവാചക കുടുംബത്തെ ആദരിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഇപ്പോൾ അയച്ച പണി തന്നെ ഞങ്ങൾ പൂർത്തിയാക്കട്ടെ, ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, നിന്നോട് കൽപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തു. അങ്ങനെ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നേരത്തെ ഇവർ കൊന്നുകളഞ്ഞ മുസ്ലിം ബിൻ ഉക്കൈൽ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച കത്ത് കിട്ടുന്നത് ഏകദേശം ഇറാഖിൻ്റെ ബോർഡറിനടുത്തെത്തിയ സമയത്താണ്. ആ സമയത്ത് ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? സൈന്യം അവിടെ എത്തി. ഇദ്ദേഹം, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്ഥലത്തെത്തിയാൽ ഒരു കാരണവശാലും കൂഫയിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാനും, കൂഫയ്ക്ക് പുറത്തുള്ളവർ അകത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കാനും ഹുസൈൻ ബിൻ തമീം എന്ന് പറയുന്ന ഒരു വലിയ നിരീക്ഷകനെ ചുമതലപ്പെടുത്തിയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു നിർവാഹവും ഇല്ല, മേലെ നിന്നുള്ള ഓർഡറാണ്, അത് നടപ്പിലാക്കുകയല്ലാതെ ഞങ്ങൾക്ക് വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരികെ പോകാമെന്ന് പറഞ്ഞെങ്കിലും നേരത്തെ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ മുസ്ലിം ബിൻ ഉക്കൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പയെ കൊന്നവരെ വെറുതെ വിട്ടുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റൂല എന്ന് അവർ വാശി പിടിച്ചപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു 3 ഡിമാൻഡാണ് ഇവരുടെ മുന്നിൽ വെക്കുന്നത്. അതായത് ഉമർ ബിനു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ അടുത്ത് 3 ഡിമാൻഡുകൾ വെച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഉബൈദില്ല ബിൻ സിയാദ് എന്ന ഗവർണറോട് സംസാരിക്കാൻ ഞാൻ ആളല്ല,
അദ്ദേഹം ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഭരണാധികാരിയായ യസീദിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകണം ഡമാസ്കസിലേക്ക്, അതല്ലെങ്കിൽ മദീനയിലേക്ക് മടങ്ങാൻ അനുവദിക്കണം. ഇനി അതിനും പറ്റൂല, ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഉമർ ബിനു സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് ഇസ്താംബൂളിലേക്ക് യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞു. അപ്പം ഈ വിവരം ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഈ പറയപ്പെട്ട ഉബൈദില്ല ബിൻ സിയാദി എന്ന ഗവർണറുടെ അടുത്ത് വിവരം അറിയിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനും കുറച്ചൊരു അലിവുണ്ട്, ഒന്നാമത് അഹ്ലു ബൈത്താണല്ലോ, ആയതുകൊണ്ട് വലിയ അലിവോട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് പിന്നെ ഇദ്ദേഹത്തെ യസീദിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാതെ ഇവരോട് യുദ്ധം ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്, യസീദിൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പം അവിടെ ആ കൂട്ടത്തിൽ, ഈ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഷുമ്മർ ബിനു ദിൽജൗഷൻ എന്ന ഒരു അതിക്രൂരനായ ഒരു പട്ടാളക്കാരുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ തന്നെ തീരുമാനമാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞോടുകൂടി ഈ ഉമർ ബിൻ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള കുറേ പട്ടാളക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിലേക്ക് ചേർന്നു. അപ്പം ഷുമ്മർ ബിൻ ദിൽജൗഷൻ്റെ നേതൃത്വത്തിലുള്ള ബാക്കിയുള്ള പട്ടാളക്കാർ ഇവരെ ആക്രമിച്ചു. അങ്ങനെ ഇവരെ ആക്രമിച്ചുകൊണ്ട് ഈ പട്ടാളക്കാരെ മിക്കവാറും ആളെയും കൊന്നുകളഞ്ഞു. ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന തൻ്റെ ഭാര്യയും സഹോദരിയും മക്കളും ഉൾപ്പെടെയുള്ള 70 പേർ മാത്രമാണ് ബാക്കിയായത്. ഇവർ മുഹറം 2 കർബലയിലെത്തി. അപ്പോൾ ഇവരെ അവിടെ തടഞ്ഞിടുകയാണ്. ഇവർക്ക് പുറത്തേക്ക് പോകാനും പറ്റൂല, ഉള്ളിലേക്ക് കടക്കാനും പറ്റൂല എന്നുള്ള രൂപത്തിൽ. യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് ഈ പറയപ്പെട്ട സ്ഥലം. അതുകൊണ്ട് ഇവർക്ക് വെള്ളം എടുക്കാനോ കുടിക്കാനോ കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുല കുടിക്കുന്ന കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം തടഞ്ഞു. ചില സ്ത്രീകൾ കുട്ടിക്ക് മുല കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ചോരയാണ് വരുന്നത്. അപ്പം ആരോ പറഞ്ഞു കുറച്ച് വെള്ളം കിട്ടിയാൽ എന്തെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഹിജ്റ 61 മുഹറം 10. ഈ മുഹറം 10 പ്രത്യേകത ഉണ്ട്, എല്ലാവർക്കും അറിയാം. നോമ്പ് സുന്നത്തുള്ള ആശൂറ ദിവസമാണ്. മുസ്ലിം ലോകം മൊത്തത്തിൽ നോമ്പാണ്. സുന്നത്ത് നോമ്പും മറ്റുള്ള ഇബാദത്തുകളും നടത്തുന്ന ദിവസമാണ്. ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം തൻ്റെ കുട്ടികളും സ്ത്രീകളും ഇങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി യൂഫ്രട്ടീസിൽ നിന്ന് അല്പം വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു പാത്രവുമായി യൂഫ്രട്ടീസ് നദിയിലേക്ക് പോകുമ്പോൾ ഷുമ്മർ ബിനു ദിൽജൗഷൻ എന്ന നേരത്തെ പറഞ്ഞ പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ വലത് തോളിലേക്ക് അമ്പെയ്യുന്നു. ആ അമ്പ് വലിച്ചൂരി അദ്ദേഹം പിന്നെയും വെള്ളം എടുത്തുകൊണ്ട് കയറി വരുന്ന സമയത്ത് ഇടത് തോളിലേക്കും അമ്പെയ്യുന്നു. 2 തോളിലും കാര്യമായി മുറിവേറ്റു. പിന്നീട് അദ്ദേഹത്തെ ഇവർ വളഞ്ഞു വെച്ച് ആക്രമിക്കുകയായിരുന്നു. ഏകദേശം 61 വെട്ടുകളേറ്റാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അവിടെയുള്ള സ്ത്രീകളെയും ബാക്കിയുള്ള പുരുഷന്മാരെ മൊത്തം കൊന്നുകളഞ്ഞു. സ്ത്രീകളെ ബന്ദികളാക്കി ഡമാസ്കസിലെ യസീദിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്ന സൈനുൽ ആബിദ്, അദ്ദേഹം രോഗിയായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടി മാത്രം കൊല്ലപ്പെട്ടില്ല. അദ്ദേഹത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി സൈനബാണ് പിന്നീട് പോറ്റി വളർത്തുന്നതും. ഇവർ യമനിലേക്ക് താമസം മാറി
അഹ്ലു ബൈത്തിൻ്റെ ശിലാകേന്ദ്രം യമനായി മാറുന്നതും പിന്നീട് അതിനെ തുടർന്നാണ്. പിന്നെ ഈ വെട്ടേറ്റ് വീണ് കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തല ഹൗലിൽ അബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വെട്ടിയെടുത്തു. എന്നിട്ട് ആ തല യസീദിന് കൊടുത്തയക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ യസീദിൻ്റെ കൊട്ടാരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ആ സമയത്താണ് യസീദിന് വേണ്ടി വെട്ടിയെടുത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തലയുമായി അവിടത്തേക്ക് ഈ പട്ടാളത്തിലെ ചിലർ കടന്നു വരുന്നത്. ഇത് ആദ്യം നേരത്തെ സൂചിപ്പിച്ച ഉബൈദില്ല ബിൻ സിയാദിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ ഒരു സംഭവം വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന കുറ്റബോധമുണ്ടായി എന്ന് പറയുന്നു. ഏതായാലും യസീദിൻ്റെ അടുക്കലെത്തിയപ്പോൾ നുഅ്മാൻ ബിൻ ബഷീർ ഉൾപ്പെടെയുള്ളവർ യസീദിനോട് പറഞ്ഞു, ലൈനത്തുല്ലാഹി അലൈക, നിന്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇത് ആരുടെ തലയാണെന്ന് നിനക്കറിയാമോ? അള്ളാഹുവിൻ്റെ റസൂല് മധുരം കൊടുത്ത ഹുസൈൻ്റെ, അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം കളിച്ചു വളർന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോൾ മുതുകത്ത് കയറിയിരിക്കാൻ വരെ അനുവാദം കിട്ടിയിരുന്ന ഹുസൈനെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലയാണിത്. ഇത് നിങ്ങൾക്ക് സർവനാശമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യസീദിൻ്റെ ശൂറയിലുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ അങ്ങേയറ്റം ശാസിക്കുകയും അതേ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ തല മദീനയിലേക്ക് കൊടുത്തുവിടുകയും പിന്നീട് ജന്നത്തുൽ ബഖീയിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം, ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പടയോട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഖിലാഫത്ത് മാറി തെമ്മാടിയും ദുഷ്ടനുമായ ഒരാളുടെ രാജവാഴ്ചയ്ക്ക് കളമൊരുക്കുന്നതിനുള്ള പരിശ്രമത്തിനെതിരെയുള്ള ധർമ്മ സമരമാണ്. അദ്ദേഹത്തെ എല്ലാ മുഹറം 10-നും ലോക മുസ്ലിങ്ങൾ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സംഭവം അമവിയ ഭരണകൂടത്തിൻ്റെ തകർച്ചയ്ക്കും അബ്ബാസികൾ ഭരണം പിടിച്ചെടുക്കുന്നതിനും കാരണമായി എന്നാണ് ചരിത്രം പറയുന്നത്. മറ്റൊരു സംഭവം പറയുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, 2-3 പേരുണ്ടായിരുന്നു കൂട്ടത്തിൽ, ഒരാളാണ് ചോദിച്ചത്. അതായത് ഹജ്ജിന് ഇഹ്റാം കെട്ടിയ സമയത്ത് ഈച്ചയെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു ഫത്വ, ഒരു മസല ചോദിച്ചതാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെയുള്ളവരാ? അപ്പം പറഞ്ഞു, കൂഫയിലാണ്. അദ്ദേഹം വളരെ പരിഹാസ്യത്തോടെ പറഞ്ഞു, അള്ളാൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയെ ചതിച്ചു കൊന്ന കൂഫക്കാർക്ക് എന്ത് ഈച്ച എന്ന് പറഞ്ഞ് പരിഹസിച്ചു എന്ന് ചരിത്രം പറയുന്നു. ഇതാണ് കർബല ദുരന്ത കഥ. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജീവിക്കുന്നു ഇന്നും. സയ്യിദ് ശുബാബി അഹ്ലിൽ ജന്ന, യുവാക്കളുടെ സ്വർഗത്തിലേക്കുള്ള യുവാക്കളുടെ പ്രതീകമായി ഹുസൈൻ റളിയല്ലാഹു അൻഹു മുസ്ലിം മനസ്സുകളിൽ ജീവിക്കുന്നു. കർബലയിലെ രക്തക്കളം അത് ഇന്നും ജനങ്ങൾ ഓർമ്മിക്കുന്നു. കൂടെ പെണ്ണുപിടിയനും വേട്ടക്കാരനും കള്ളുകുടിയനും തെമ്മാടിയുമായ മൈസൂൻ്റെ മകൻ, അവനെ ഭരണത്തിൽ ഏൽക്കുന്നതിന് തടയാൻ വേണ്ടി ശ്രമിച്ച മഹാന്മാരായ സഹാബികളെയും അള്ളാഹു ആ മഹത്തുക്കളോടൊപ്പം നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.